ശ്രീ എ സമ്പത്ത് കൂടി ചേരുകയാണ്. ശ്രീ എ സമ്പത്ത്, PR ശിവശങ്കർ BJP പ്രതിനിധീകരിച്ചും വസന്ത് തെങ്ങമ്പള്ളി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. താങ്കളെ പല ഘട്ടത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നു. അവർക്ക് പല കാര്യങ്ങളും താങ്കളോട് ചോദിക്കാനും ഉണ്ടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി വന്ന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോൾ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു പരാമർശം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അത് അദാനി പാർട്ണർ എന്ന VN വാസവന്റെ പരാമർശം ചൂണ്ടിക്കാട്ടി മോദി പറഞ്ഞ കാര്യമാണ്. അങ്ങനെ അദാനിയെ പാർട്ണറാക്കി ഒരു വല്ലാത്തൊരു ഘട്ടത്തിലേക്ക്, ഒരു വെട്ടിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് VN വാസവൻ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനെ മാറ്റിയോ? ആദ്യമേ പറയട്ടെ, ഞാനിതിൽ വൈകി എത്തിയതല്ല. നമ്മുടെ ക്രൂ ക്യാമറാമാൻമാർ ഈ തിരുവനന്തപുരത്തെ കനത്ത മഴ, ആകെ ഗതാഗതക്കുരുക്കാണ്, അവരെത്താനായി ലേശം വൈകിപ്പോയതാണ്. ദയവായി ഞാൻ വൈകിയത് കൊണ്ടെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ദയവായി ക്ഷമിക്കണമെന്ന് അവർക്ക് വേണ്ടി കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു 2000 വർഷത്തിലേറെയുള്ള ഈ കപ്പലോട്ടത്തിൻ്റെ ചരിത്രമുള്ളതാണ് ഈ മലയാളക്കരയ്ക്ക്. നമ്മളെല്ലാം സംബന്ധിച്ച് ഇതൊരു അഭിമാനകരമായ, ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷമാണ്. ആ ഒരു നിമിഷത്തിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു പോയ ആ നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ വരികൾ തന്നെ ആരംഭിച്ചത്. ഇത് നാടിനായി സമർപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇത്രമാത്രം പണം ഒരു പൊതുക്കാര്യത്തിനായി, അത് രാഷ്ട്രത്തിന് തന്നെ, ഒരുപക്ഷെ രാഷ്ട്രത്തിന് മാത്രമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തന്നെ ഇത്രമാത്രം ഭാവിയിൽ പ്രയോജനകരമാകുന്ന ഒരു പദ്ധതിക്കും ഇങ്ങനെ ചെലവഴിച്ചിട്ടില്ല. ഇത് വാസ്തവത്തിൽ ഇതിലിനിയിപ്പോൾ ഇത് ആരാണ് തുടങ്ങിയത്, ആരാണ് മുന്നോട്ട് കൊണ്ടുപോയത്, അതിൻ്റെ തർക്കങ്ങളൊക്കെ നടക്കട്ടെ. പ്രത്യേകിച്ചും ആ തർക്കത്തിനൊക്കെ മൂപ്പ് കൂടും. എന്തുകൊണ്ടെന്നറിയാമോ? ഇത്തരത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് അതിനകത്ത് ഒരു കാര്യത്തിൽ ഒരു സ്പേസ് അവിടെ ലഭിക്കുന്നത്. ഇത്തരം കാര്യത്തിൽ ചിലപ്പോൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഴയ കാര്യങ്ങൾ പലതുമൊക്കെ പറയാനായി രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയുന്നത്. ഒപ്പം ഇനിയിപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകളിലെ LSGD എന്നുള്ളത് കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമെന്നല്ല, ഞാനതിന് തദ്ദേശ സ്വയംഭരണ സർക്കാരുകളാണ്, ഭരണഘടനാ ചുമതല കൂടിയുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നമ്മുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും അത് ഉടനെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. LDF ഗവൺമെൻറ് ആകട്ടെ അതിൻ്റെ 4 വർഷം പൂർത്തിയാക്കി 5ാം വർഷത്തിലേക്ക് അത് കടക്കുകയുമാണ്. ഇവിടെ ഈ ഇന്നിപ്പോൾ നടന്നതായിട്ടുള്ള ഈ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രത്തിന് വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖത്തെ സമർപ്പിക്കുന്നതായ ഒരു ചടങ്ങിന് മുമ്പേ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെല്ലാം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു. അത് ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മദർ ഷിപ്പുകളിൽ നിന്ന് ചെറിയ ഷിപ്പുകളിലേക്കൊക്കെ കുറേയൊക്കെ കരമാർഗവുമെല്ലാം അത്തരത്തിൽ പോകാനായി കഴിഞ്ഞു. മറ്റൊരു കാര്യം എന്നുള്ളത്, ഇത് പൂർത്തിയാക്കേണ്ടിയിരുന്നത് എപ്പോഴാണ്? ഇപ്പോഴത്തെ കരാർ അനുസരിച്ചാണെങ്കിൽ ഇത് പൂർത്തിയാക്കേണ്ടിയിരുന്നതിന് മുന്നെയാണ് നമ്മൾ നാം അതും നേടി എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് കേരളത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമാണ്, ഒരുമയുടെ പ്രതീകമാണ്. ഇപ്പോൾ ചിലർക്ക് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ കേട്ടില്ല എങ്കിലും എൻ്റെ 2 ചങ്ങാതിമാരിവിടെ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായി രണ്ടുപേരും ഇത്തരം കാര്യങ്ങളിൽ പല കാര്യങ്ങളും പറയുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാവാമല്ലോ. ചില കോൺഗ്രസിൻ്റെ പ്രവർത്തകരും എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. അവരൊക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്. അവർ ചോദിച്ചത്, ഈ ചില ആരാധനാലയങ്ങളിലെല്ലാം ഉത്സവം നടക്കുമ്പോൾ ആനയെ എഴുന്നള്ളിപ്പിക്കുന്നത് അത് ആനയുടെ ഗമ കൊണ്ടല്ല, അവിടെ ഈ പറയുന്നത് ആളുകൾ കാണാനായി കൂടുന്നത് ആ ആരാധനാലയത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെയല്ലേ നിങ്ങൾ ഈ കാര്യത്തിൽ ചെയ്തത് എന്നുള്ള നിലയിൽ അങ്ങനെയൊന്നുമല്ല. ഇത് കേരളത്തിൻ്റെ സാംസ്കാരികമായ നമ്മുടെ ഒരു തനിമ, പാരമ്പര്യം, മഹത്വമുണ്ട്. ചിലപ്പോൾ ഉത്തരേന്ത്യയിലുള്ള പല ആളുകൾക്ക് മനസ്സിലാകാത്തതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ സൗഹാർദ്ദവും നമ്മൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന ആതിഥേയ മര്യാദയും നമ്മൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ശരിയാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇതിലെന്താ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് ഇതിലൊന്നും ചെയ്തിട്ടില്ല. അവരിപ്പോൾ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്നുള്ളത് തന്നെ വായ്പയായിട്ടാണ് നൽകിയിട്ടുള്ളത്, തിരിച്ച് നൽകേണ്ടതാണ്, ഒക്കെ ശരിയാണ്. ഇനി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ വന്ന സ്റ്റേജിലേക്ക് വന്നു കയറിയിരുന്ന അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചതിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് അവരുടേതായിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ എന്താ പറയാണ്, വിഗ്രഹം ചുമക്കുന്ന ഒരു ഞാൻ അതിലല്ല ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ അദാനി തങ്ങളുടെ പാർട്ണർ എന്ന് പറഞ്ഞ് ഉള്ള പരാമർശം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അതിന്റെ മന്ത്രി പറയുന്നു അദാനി ഞങ്ങളുടെ പാർട്ണറാണ് എന്ന്. ആ വാക്യമാണ് പ്രധാനമന്ത്രി ട്രോളാൻ ഉപയോഗിച്ചത്. അതായിരുന്നു എന്റെ ചോദ്യം. അതിനെക്കുറിച്ച് എന്നത് അതെ 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 ഞാൻ ആ മറുപടി ഒറ്റ സെക്കൻഡിൽ പറയാം. ഇത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ്, ആണല്ലോ, PPP മോഡലിലാണ്.
എന്നാൽ മുമ്പ് LDF ഗവൺമെൻറ് VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ലാൻഡ് ലോഡ് മാതൃകയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. അത് അട്ടിമറിച്ചത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന നമ്മുടെ ഒരു 8 മന്ത്രിമാർ, ഒരുപാട് യൂണിയൻ മന്ത്രിമാർ, അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇത് ഈ ചർച്ചയിൽ ഇനിയിപ്പോൾ സമയം കുറവാണ്, ഞാൻ അതിൻ്റെ മറ്റു ഉള്ളുകള്ളികളിലേക്കൊന്നും കിടക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിനടക്കം വിയോജിപ്പുണ്ടായിരുന്നപ്പോൾ പോലും KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പോലും വ്യത്യസ്താഭിപ്രായം വന്നപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ അദാനി പാർട്ട്ണറാണ് എന്ന് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇക്കാര്യത്തെ സംബന്ധിച്ച് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. PPP മോഡലിൽ ഒരു പാർട്ട്ണർ അവിടെയുണ്ട്, ആ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞത് ശരി, പാർട്ട്ണറാണ്, പാർട്ട്ണറല്ലയോ? ഈ പ്രോജക്റ്റിൽ പാർട്ട്ണറല്ലയോ? അല്ല, അവരെ ഒബ്ലിവിയനിലേക്ക് തള്ളിവിടണം എന്നുള്ളതാണോ? അതുമായി ബന്ധപ്പെട്ട് കരാറിന്റെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിയോജിപ്പ് അന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാ വിയോജിപ്പ്. തുടർന്നും ഞങ്ങൾ പറയുക എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പോൾ പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിയുടെ ഒരു പേര് പോലും പരാമർശിക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിയും അത് പറഞ്ഞു നിർത്തി. അവരുടെ 2 പേരുടെയും പ്രസംഗത്തിൽ ഒരു പരാമർശം പോലും അതിനെക്കുറിച്ച് ഉണ്ടാകാത്തത് എന്ത് എന്നൊരു ചോദ്യം